മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന നസീം ഹെൽത്ത് കെയർ ഖത്തർ ക്യാൻവാസിൽ സൂപ്പർ ബ്രാൻഡിൽ ഖത്തറിൽ നീണ്ടകാലത്തെ ബിസിനസ് പാരമ്പര്യവുമായി QTRSന്റെ സ്ഥാപകൻ മിസ്റ്റർ ആന്റോ റോച്ചോ നമ്മോടൊപ്പം പങ്കുചേരുന്നു. എൻ്റെ പേര് ആന്റോ റോച്ച. ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ ജനിച്ചത്. മതിലകം എന്ന പടിയൂർ പഞ്ചായത്തിൽ. ഞാനിവിടെ ദോഹയിൽ വന്നിട്ട് 35 വർഷമാണ്. ഈ ഒക്ടോബർ 5-ാം തീയതിക്ക് 35 വർഷമാകും. പിന്നെ ഇവിടെ ഈ 35 വർഷമായിട്ട് ഞാൻ ആദ്യം ഒരു പല ചാനലുകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഞാനൊരു വീട്ടിലെ ഡ്രൈവറായിട്ടാണ് വന്നതെന്ന്. കാരണം എൻ്റെ സ്പോൺസർ ഒരു പോലീസ് ഓഫീസറായിരുന്നു. ആള് മേജറായിരുന്നു. ഞാൻ നമുക്ക് എന്തെങ്കിലും ഒരു തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഒരു സെക്യൂരിറ്റി, പുള്ളിയുടെ ഒരു ആശയമാണ് സെക്യൂരിറ്റി കമ്പനി തുടങ്ങുന്നത്. അങ്ങനെയാണ് സെക്യൂരിറ്റി കമ്പനി തുടങ്ങുന്നത്. അത് നമ്മൾ ആദ്യം 6 പേരെ വെച്ചിട്ടാണ് നമ്മൾ ഈ കമ്പനി തുടങ്ങിയത്. കമ്പനി നമ്മൾ തുടങ്ങുന്നത് 99-ലാണ്. നമ്മൾ 6 പേരെ വെച്ചിട്ടാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നഷ്ടത്തിലായിരുന്നു. അങ്ങനെ ഞാൻ ഷെയ്ഖ് വൈസലായിട്ട് സംസാരിക്കുന്നു. കാരണം അന്ന് കമ്പനി തുടങ്ങിയപ്പോൾ പുള്ളിയും അതിൽ പാർട്ട്ണറായിട്ടാണ് വന്നത്. അങ്ങനെ പുള്ളി പറഞ്ഞപ്പോൾ പുള്ളി അപ്പം തന്നെ വിളിച്ചിട്ട് എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ വിളിക്കുകയാണ്. അവിടുത്തെ സെക്യൂരിറ്റി കംപ്ലീറ്റ് നമുക്ക് സെക്യൂരിറ്റി ആക്കാം. അന്നിവിടെ ദോഹയിൽ സെക്യൂരിറ്റി ഇല്ല. ദോഹയിൽ ആദ്യത്തെ സെക്യൂരിറ്റി കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയിൽ നിന്ന് അങ്ങനെ ഷെയ്ഖ് അപ്പം തന്നെ വിളിച്ച് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് അപ്രൂവൽ തരുന്നു, 200 സെക്യൂരിറ്റിനെ ഇറക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെയാണ് നമ്മളിവിടെ സെക്യൂരിറ്റി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് ഖത്തർ നാഷണൽ ബാങ്ക്, പിന്നെ ഹയാത്ത് പ്ലാസ ഏകദേശം 20 കൊല്ലത്തോളമായിട്ട് തുടങ്ങിയിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മളെ സെക്യൂരിറ്റി, ഖത്തർ സെക്യൂരിറ്റി തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങളെ 95% ഗവൺമെൻറ് പ്രൊജക്റ്റുകളാണ് ഇവിടെ ചെയ്യുന്നത്. ഞങ്ങളെ പ്രൈവറ്റ് പ്രൊജക്റ്റുകൾ വളരെ കുറവാണ്. ഇങ്ങനെ അതാണ് നമ്മളെ കമ്പനിയുടെ ഇത്. അതുപോലെ ഫിഫയിൽ നമ്മളിവിടെ വേൾഡ് കപ്പ് നടന്നു. നമ്മൾ നല്ല അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇതായിട്ട് അവർ ഇത് ചെയ്തു. നല്ല നമ്മൾ പറഞ്ഞ ആൾക്കാരെ കറക്റ്റായിട്ട് കൊടുത്തു. ഒരു കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് അവരെ തിരിച്ചയക്കാനും. കാരണം 2 മാസത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ 1700 ആളെ 2 മാസത്തേക്ക് വേണ്ടി മാത്രം ഇവിടെ കൊണ്ടുവന്നു. നമ്മളായിരുന്നു ഏറ്റവും കുറഞ്ഞ പ്രൈസ്. എല്ലാ കമ്പനിക്കാരിൽ നിന്നും അവർ ആളെടുത്തു. പക്ഷെ അതിൽ നമ്മളാണ് ഏറ്റവും കുറഞ്ഞതും ഏറ്റവും നല്ല പ്രസൻറ്റേഷനും നമ്മുടെ ആയിരുന്നു. അതിന് എല്ലാവരും പറഞ്ഞു നമുക്ക് വളരെ ഇതായിട്ട് ആയെന്നും പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഏഷ്യൻ കപ്പ് നടന്നപ്പോൾ നമുക്ക് അവർ കംപ്ലീറ്റ് മിലിറ്ററിനാണ് ഉപയോഗിച്ചിരുന്നത്. എന്നിട്ട് പോലും നമുക്കൊരു 500 സെക്യൂരിറ്റിനെ തന്നു. ഇപ്പോൾ വേറെ ബിസിനസ്സായിട്ട് എനിക്ക് ടെക്നോ സ്റ്റീൽ കമ്പനിയിൽ ഒരു 25% ഞാൻ ഷെയർ എടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഒരു ഗ്യാരേജിലുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്ത, പുതിയതല്ല, നമ്മളെ 3ാമത്തെ ഷോറൂമാണ് ഇപ്പോൾ വേഗ ട്രേഡിംഗ് കമ്പനി. അത് ടൈല് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉള്ള ഷോറൂമും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഈ കഴിഞ്ഞ മാസമാണ് നമ്മളെ ഗോകുലം ഗോപാലേട്ടൻ വന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ അതാണ് നമ്മളെ കമ്പനി. പിന്നെ ഒരു LNT എന്ന് പറഞ്ഞാൽ ഒരു AC ടെക്നീഷ്യൻ വർക്ക് ചെയ്യുന്നുണ്ട്. മെയിൻ്റനൻസ് അല്ല, ടെൻറ്റ് വർക്ക്. അത് നമ്മൾ ഈ ഇപ്പോൾ ഖത്തർ സെക്യൂരിറ്റി മാത്രം ഒരു 4000 ആളോളം വർക്ക് ചെയ്യുന്നുണ്ട്. ഖത്തർ സെക്യൂരിറ്റിയും ഗ്രൂപ്പ് ക്ലീനിങ് ഹോസ്പിറ്റാലിറ്റിയും കൂടി ഒരു 4000 പേര്. പിന്നെ നമ്മളെ മൊത്തം ഒരു 10000 ആളോളം ഈ സാലത്തുള്ള സുലൈത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഈ സാലത്തുള്ള സുലൈത്തിൻ്റെ സ്പോൺഷിപ്പിലാണ് എൻ്റെ ഒരു അറിവിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുടെ സ്ഥാപനങ്ങളുള്ളത്. പിന്നെ അതുപോലെ ജിം അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെ എല്ലാ ഒരുവിധം കമ്പനികളൊക്കെ, ഫാൽ ട്രാവൽസ്, ഇതെല്ലാം സുലൈത്തിൻ്റെ അണ്ടറിലാണ്. ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അധികം ആളുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് പ്രോഫിറ്റ് കൂടും. അപ്പോൾ നമ്മളുടെ നാട്ടിൽ തന്നെ ഒരു ടെലിഫോൺ കട ആദ്യം ബൂത്ത് തുടങ്ങിയപ്പോൾ ആ ബൂത്തിൽ ഒരെണ്ണം തുടങ്ങിയപ്പോൾ അവിടെ നല്ല ബിസിനസ് കണ്ടപ്പോൾ അടുത്ത ആൾ തുടങ്ങി. ഖത്തർ സെക്യൂരിറ്റി ഇവിടെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കുള്ളെങ്കിലും 20 പേർക്കാണ് ഇവിടെ ലൈസൻസ് കൊടുത്തിരുന്നുള്ളൂ. ഖത്തർ ഗവൺമെൻറ് ലൈസൻസ് 20 കമ്പനിക്ക് കൊടുത്തുള്ളൂ. ഇന്നത് 87 കമ്പനിക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ കോമ്പറ്റീഷൻ
കാരണം പുതിയ കമ്പനികൾ വരുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ടുവരുന്ന ആൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടി അവിടെ പ്രോഫിറ്റ് അല്ല നോക്കണത്. അവരെ ശമ്പളവും ചിലവ് എങ്ങനെയെങ്കിലും കഴിഞ്ഞ് പോയാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്യും. പിന്നെ ഏതൊരു ബിസിനസ്സിന് ലാഭവും ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും, ഏറ്റക്കുറച്ചിലുണ്ടാവും. നമ്മൾ ഏഷ്യയിലെ എന്ന് പറഞ്ഞാൽ ശ്രീലങ്ക, നേപ്പാള്, പാകിസ്ഥാൻ, ഇന്ത്യ, പിന്നെ ആഫ്രിക്കയിൽ നിന്നാണെങ്കിൽ കെനിയ, തൻസാനിയ, ഉഗാണ്ട, അങ്ങനെയുള്ള ഇതിൽ നിന്ന് അവരെ എടുക്കുന്നുണ്ട്. 35 വർഷമായിട്ട് നമ്മളിവിടെ അന്നത്തേനേലൊക്കെ നമ്മൾ വളരെയധികം പുരോഗമിച്ചു പോയി. ഞാനിപ്പോൾ നമ്മളിവിടെ 35 വർഷം മുന്നേ ഇവിടെ വരുമ്പോൾ ആകെ ഇവിടെ പറയപ്പെടാവുന്ന സാധനങ്ങൾ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്, ഷെറട്ടൺ ഹോട്ടൽ, റമദ ഹോട്ടൽ, ഇങ്ങനെയുള്ള കുറച്ച് സംരംഭങ്ങൾ മാത്രമേ നമുക്ക് എണ്ണി പറയാനുള്ളൂ. ഇന്നതല്ല. ഇന്ന് നമ്മൾ ഒരു 100 കണക്കിന് കാര്യങ്ങൾ പറയാനുണ്ട്. ഏതൊരു ബിസിനസ്സിലും ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണേക്കുന്നെ നമ്മൾ അതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ട് ചെയ്യണം. കാരണം ഇവിടെ ഏതൊരു ബിസിനസ്സും റെൻറ്റ് വളരെ കൂടുതലുള്ളൊരു ഇതാണ്. മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ റെൻറ്റ് വരുന്നത് ഇവിടെയാണ്. എല്ലാവരും പറയും ദുബായിലാണ്. ദുബായിലേക്കാളൊക്കെ ഡബിളാണ് ഇവിടുത്തെ റെൻറ്റും മറ്റുള്ള കാര്യങ്ങളും. ഫീസുകളൊക്കെ കുറവുണ്ട് കുറച്ച്, പക്ഷേ റെൻറ്റിൻ്റെ കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ഏത് ബിസിനസ് തുടങ്ങാൻ. ഈ മണ്ണിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ നല്ല രീതിയിൽ വരികയാണെങ്കിൽ അത് കളവും ചതിയും ഇല്ലാണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ മണ്ണ് എന്നും ഒരു നല്ലൊരു സ്വപ്നഭൂമി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ ഒരു അനുഭവം തന്നെ ഞാൻ എടുത്തു പറയാം. അതുപോലെ പല വലിയ വലിയ ആൾക്കാർക്കും ഇവിടെ ഉള്ളവർ, ഞാൻ ആളുടെ പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതുപോലെ ഇതായിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല നല്ല പോസ്റ്റിലെത്തിയിട്ടുണ്ട്. അത് ഈ മിഡിൽ ഈസ്റ്റിൻ്റെ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. നല്ല രീതിയിൽ നമുക്ക് ആരും പറ്റിക്കാതെ നല്ല രീതിയിൽ ഒരു സ്ഥാപനം നടത്തണമെന്നുണ്ടെങ്കിൽ അതെന്നും ഒരു മുതൽക്കൂട്ടാണ് ഈ മണ്ണ്.